കടവ് കഴിയാതെ ഇത് വീണ് തെക്കുവാടാ കഴിയാതെ കുറേ കൂടെ വീണ് തെക്കും എഴുതിയായിട്ട് മരിക്കാം എഴുതിയായിട്ട് അതാ കിട്ടി അതാ സാറേ ഇപ്പം നമുക്ക് ഈ വീഡിയോ വേറെ പ്രത്യേകത ഒരാനേൻ്റെ കഴപ്പ് മുകളിൽ നമുക്ക് കാണാതെ അതാ ഒരു ആന ആ പോയ വഴി നിങ്ങൾ കണ്ടാൽ വിശ്വസിക്കില്ല കാരണം നമുക്ക് നമ്മളെ വികൃതി കളിക്കാറുണ്ട് വീട്ടില് നാട്ടിലും എല്ലാവരും വികൃതി കളിക്കുന്നുണ്ട് അതുപോലെ കാട്ടുമൃഗങ്ങളും വികൃതി കളിക്കാറുണ്ട് കേട്ടോ അപ്പം അവർക്ക് രസമാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എനിക്ക് അപ്പം അതുപോലെ ഇത് കഴിഞ്ഞ വർഷം ഒരു മാന് വയസ്സായിട്ട് ഇവിടെ വന്നിട്ട് വെയിറ്റായ മരിക്കും വാർദ്ധക്യ സഹജമായി മരിച്ചിട്ട് അവൻ്റെ ഭൗതികാവശിഷ്ടങ്ങളാണ് പുഴയിൽ കുറേ പോയി ആ മരിച്ചിട്ട് ചത്തിട്ട് എന്താ പറയുക അതിന് കുറേ നരി കടുവയൊക്കെ കുറേ തിന്നു പിന്നെ കുറുനരിയും ചെന്നയൊക്കെ വന്ന് തിന്നു ജഡം ഭക്ഷിക്കുന്ന ജീവികളാണ് അപ്പോൾ അവിടെ കണ്ട ഇത് കുറച്ച് അവിടെ മുകളോട്ടാണ് തണുപ്പ് നനവ് പനിപ്പ് ഒഴുക്ക് കേട്ടോ അതാണ് നീരുറവൻ്റെ ലക്ഷണം ഇത് ഇതിൻ്റെ മുകളിൽ ഞാൻ പറഞ്ഞോ മണ്ണിൽ നനവുണ്ടാവും ഇപ്പം എന്ന് പറഞ്ഞാൽ മാർച്ചല്ലേ കൊടും വേനലിൻ്റെ സമയത്തല്ലേ ഈ വനത്തിൻ്റെ പ്രസൻസ് തണുപ്പ് ഈ തണുപ്പിൻ്റെ പ്രസൻസാണ് നനവ് കണ്ടോ ഈ മണ്ണിന് നനവ് കണ്ടോ നനവുണ്ടാവും ഈ മണ്ണിൻ്റെ ഈ ഭാഗത്തേക്ക് ഈ നടുഭാഗം നനവുണ്ടാവും ഈ നനവ് താഴോട്ട് ഇറങ്ങി വരുന്നതിനനുസരിച്ച് ചെറിയ പനിപ്പുണ്ടാവും കണ്ടോ നീരുറവ പനിച്ച് ഡ്രോപ്പ് ഓഫ് വാട്ടർ കണ്ടോ ഇങ്ങനെ കുറേ എന്താ പറയുക കുറേ പേര് സംഗമിച്ചിട്ടാണ് നീരുറവ ഉണ്ടാകുന്നത് കേട്ടോ ഓരോ തോടുണ്ടാകുന്നത് 10 ഉറവ ഒരു തോട് 10 തോട് ഒരു പുഴ 10 പുഴ ഒരു നദി അതെ 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 അതങ്ങനെ പോകുന്നു സാർ കണ്ടോ അതങ്ങനെ പനിച്ചിറങ്ങുന്ന ഡ്രോപ്പ് ആവും അപ്പം ഇവിടെ നിന്ന് ഇപ്പോൾ മുകളിൽ ഒഴുകി വരുന്നുണ്ട് നമുക്ക് കാണാം മുകളിലേക്ക് പോകാനുള്ള യാത്രയിൽ കാണാം ഇവിടെ ഇപ്പം 1 ഇഞ്ച് വെള്ളം ഒഴുകുന്നുണ്ട് ഒരു ഇഞ്ച് അല്ല ശരിക്കും 1/2 ഇഞ്ച് വെള്ളം 1/2 ഇഞ്ച് വെള്ളം ഇപ്പോൾ ഇവിടെ ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇത്രയും കൊടും വേനൽക്ക് ശരിക്കും ചെറിയ നല്ല എന്താ പറയുക ബോർവെല്ലിലെ വെള്ളം വരെ നല്ല തണുപ്പായിരിക്കും നല്ല പ്യൂരിഫൈ വാട്ടർ ആയിരിക്കും ക്രിസ്റ്റൽ വാട്ടർ ആയിരിക്കും പിന്നെ എന്താ പറയുക പാറക്കെട്ടിലെ വെള്ളമല്ലേ അതെ അതെ മരങ്ങളും ഇതൊക്കെ ഉള്ളത് മഴക്കാലത്തൊക്കെ ഇവിടെ എത്ര മഴക്കാലത്ത് നല്ല പണി ചെയ്യുന്ന പറഞ്ഞാൽ എൻ്റെ പൊന്നു മഴക്കാലത്ത് പൊട്ടുമല താകിട്ട മറച്ച് ഇവിടെ കടുത്ത് അടിയില്ലേ വാ മുന്നോട്ട് പോ ഇങ്ങനത്തെ വഴിയിലൂടെ ആന പോയി എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കോ ഇങ്ങനത്തെ വഴിയിലൂടെ ഈ വഴിക്ക് ആന വേനൽക്കാലത്ത് ഉരുൾ കൊടുത്തോ വേനൽക്കാലത്ത് അങ്ങനെ മല ഇരിക്കും അതാണ് കണ്ടാലോ കല്ല് ഉരുളുന്നുണ്ടോ അപ്പൊ മണ്ണ് പൊടിമണ്ണാകല്ലോ സാറേ മണ്ണ് പൊടിമണ്ണാകുമ്പം അതെ അതെ മണ്ണ് പൊടിമണ്ണ ഒരാന പോയ വഴി കാണിച്ചു കേട്ടോ ഞാൻ ഇതൊക്കെ വീടും കൃഷി ഉണ്ടായിരുന്ന സ്ഥലമാട്ടോ മരുഭൂമിയായി ഇവിടെയൊക്കെ വലിയ ബസ് സ്റ്റാൻഡ് പോലത്തെ വലിയ പാറയുണ്ട് ഇതാ പോയതാ താഴേക്ക് പോയതാ ഇതെൻ്റെ ഒരു എന്താ പറയുക ഒരു ഇൻറ്റിമേറ്റ് നമ്മളെ വെരുകിൻ്റെ കാട്ടാണത് രണ്ടിനെ തോടാനും പിടിച്ചു ഇവിടെ വന്നാൽ പുനർജനിച്ചതിന് ശേഷം പക്ഷെ മീൻ ഇപ്പോഴും പുനർജനിച്ചിട്ടില്ല ഇവിടെ അതെ ഇനി സമയം പിടിക്കും പുനർജനിക്കാൻ സാർ ഇത് മരുവൽക്കരിക്കപ്പെട്ടോ മരുവൽക്കരിക്കപ്പെട്ട് ഇനി വർഷങ്ങൾ യുഗങ്ങൾ വേണ്ടി വനവൽക്കരിക്കപ്പെടാൻ ആ വഴി കൂടി സാറേ ഒരു ആന പോയിട്ട് വിറ്റ നമുക്ക് മനുഷ്യന് തന്നെ നടന്ന് കയറാൻ പറ്റാത്ത വഴി കൂടി ആന വയ്ക്കുന്നത് അതവിടെ പിണ്ടിട്ട് പേടിച്ച് വരണ്ട് ആ അഭ്യാസം കളിച്ചാ ആ വഴി നമ്മൾ കാണിച്ചു തരാതെ ഇത് ഒരാഴ്ച മുന്നേ പിണ്ട ഉണങ്ങിക്കണം ഇതിന് ആന പോയി നമ്മൾ വിശ്വസിക്കില്ല അത് മനസ്സിലാക്കാൻ പറ്റും അതിൻ്റെ അസ്ഥിൻ്റെ ബാക്കി കേട്ടോ കണ്ടോ ഇത് ഭാര്യയല്ല
ഇതിന്റെ മുകളിൽ ഭയങ്കര സെറ്റ് അടക്കം വലിയൊരു കലമാണ് കഴിഞ്ഞ വർഷം ചത്തത്. അങ്ങനെ പുഴയുടെ ഒഴുകി പോയിട്ട് ആന ഇതിൽ കയറി വന്നേ. ഇതുണ്ടോ ചവിട്ട് കണ്ടോ സാറേ? ചവിട്ട് കണ്ടോ? കേട്ടോ ചവിട്ട്. ഇത് ചവിട്ടാ, അത് ആന ചവിട്ടാ. സാധാരണ ആനേക്കാളും വലിയ ചവിട്ടായിരിക്കും. എന്നിട്ട് അവൻ അതിന്റെ കഴപ്പ് എന്ന് പറഞ്ഞാൽ ഈ എനിക്ക് ഞാനിങ്ങനെ ചിരിച്ച് കുറേ നേരം ഇവനൊക്കെ അഭ്യാസം കൊടുത്തിട്ടേ. അപ്പൊ ഇവിടെ കുറെ പേര് കുടിവെള്ളത്തിന് ഓസിട്ടുണ്ട്. കുടിവെള്ളം കുടിക്കുന്നേറ്റാ വരും. ഇതിനെ കയറി ഒന്നും കേട്ടോ. ഇവൻ ഇതിനെ കയറി അവന്റെ കഴപ്പ് നോക്കി. ഇതാണ് കഴപ്പ് എന്നൊക്കെ പറഞ്ഞത്. ലൈക്കോ കേട്ടോ. ഇവൻ ചവിട്ടി കൊടുക്കുന്നതാട്ടോ. ഇവനെ ചവിട്ടാതെ ഞാൻ കുറെ സാറ് ഇതിന്റെ ഒരാഴ്ച ഒരു മാസം മുന്നേ പറഞ്ഞു. എന്നാലും എനിക്ക് കറക്റ്റായിട്ട് ആന പോയോ? ഇതിൽ ആന പോയിന്. അവൻ ചവിട്ടോ ഇതുണ്ടോ? ഇത് കണ്ടോ? പക്ഷെ ഇവൻ ഇവിടെ വന്ന് കുടുങ്ങിയിട്ടുണ്ട്. ഇവൻ ഇവിടെ വന്ന് കുടുങ്ങി പേടിച്ച് പിണ്ടട്ടിക്കുന്നു. ഇതാണ്ടോ നോക്കോ ഒരു കേട്ടോ. ഇവന് ഇവിടെ പിണ്ടട്ട് നോക്കി പറഞ്ഞാൽ താഴെ പോകും. ഇവിടെ പിണ്ടട്ടു. അത് ഒരാഴ്ച ഒരു മാസം അയച്ചാണ്. അപ്പൊ കേട്ടോ ഇവിടെ അവിടെ അപാരം പിണ്ടട്ടു. അപ്പൊ കുടുങ്ങിയത് ഇവിടെ. അതെ 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 കണ്ടോ. പിണ്ടമാണെങ്കിൽ ഒരു മാസം പഴക്കായി. ഇല്ലല്ലോ അവൻ പോയ വഴിയുണ്ടോ. അപ്പൊ ഇവൻ അഭ്യാസിയാണ്. കാരണം അവനവിടെ വെറും പൊട്ടനായിട്ടാണ് കൊണ്ടുപോകുന്നത്. ചവിട്ട് കണ്ടോ അവൻ ചവിട്ടി. അപ്പം ചവിട്ടി കിടന്ന് ഇത്ര സ്ലോപ്പിലല്ലേ കണ്ടോ. ഇവിടെയാണ് കുടുങ്ങിയത്. പിണ്ടിട്ട് തൂറി വിരകി പേടിച്ച്. നമുക്ക് സാറ് വനവിസ്മയാണ്. പണി തരും. ഇവിടെ പറഞ്ഞപ്പോ ഇതിപ്പോ എന്തോ ഒരു ഭാഗ്യം കൊണ്ട് ഒരു മനസ്സിലൊരു ഇഞ്ചുറി നടന്നില്ല. ഇവിടെ നിന്ന് താഴെ വീണ്ടുണ്ടെങ്കിൽ അവൻ്റെ കയ്യോ കാലോ ഓടിക്കും. നടക്കാൻ പറ്റാൻ അവിടെ കിടന്നാലേ അവനെ പുഴു പിടിച്ച് ചികിത്സിക്കാൻ ആരുമില്ല. പുഴു പിടിച്ച് മരിക്കും. താഴെയുള്ളവർക്കൊക്കെ വെള്ളം കൂടി നിൽക്കും. ഫോറസ്റ്റ് കുടുങ്ങും. ഇവിടുന്ന് ഒരു ആനേനെ വെട്ടി പീസടിച്ചുകൊണ്ടാണ് JCB കൊണ്ട് ആദ്യം റോഡ് വെട്ടണം. അങ്ങോട്ട് ആദ്യം സാധനം എന്തിക്കും നോക്കി. ആദ്യം ഫോറസ്റ്റ് കുടുങ്ങും ഉറപ്പാ. JCB കൊണ്ട് ആദ്യം റോഡ് വെട്ടണം. എന്നിട്ട് ഇതിനെ പീസ് അടിക്കണം. എന്നിട്ട് ടിപ്പറിൽ കയറ്റണം. എന്നിട്ട് വേറെ കൊണ്ട് അടക്കം ചെയ്യണം. ഇത് അപ്പം ഒരു ഇഞ്ചുറി. അപ്പം ഈ ആനയുടെ കഴപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്നിട്ട് ഇപ്പം കുടുങ്ങി പിണ്ടിട്ട് തൂറി വരകിട്ടുണ്ടോ. ഇതുണ്ടോ ഇതൊന്നും കിടന്നിരുന്നു. ഇതിനാണ് താഴെ പോകുന്നത്. ഇവരിങ്ങനെ കിടന്നിട്ട് മണ്ണിനോട് കിടന്നിട്ട് വരണ്ട് വിരകി പേടിച്ച് തൂറിയിട്ട് പ്രകരിക്കും. ഇത്ര വഴിയില്ലായിട്ടാ. അപ്പൊ നമ്മളെ കുറ്റം പറഞ്ഞൊരു കാര്യം കേട്ടോ. ഇതിലൊരു ആന പോയി എന്ന് പറയാം. കയറി വന്നോ. നമുക്ക് തന്നെ അവന്റെ ബോഡി പറഞ്ഞോ. ശരിക്കും 1.5-2 അടി ഗ്യാപ്പ് കണ്ടോ. ഇതിലെങ്ങനെ അവൻ കിടന്നിട്ടുണ്ടാവും. ഇവൻ എങ്ങനെ പോയിട്ടാ ഞാൻ പറയാൻ സാറേ. കാരണം നമുക്കറിയാം ഇവൻ ഇങ്ങനെ കിടന്നിട്ടുണ്ടാവും. ഇങ്ങനെ കിടന്നിട്ട് അതിന് പോയില്ല. ആന വെറുതെ